മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റുകളാണ്. എല്ലാ പ്രതീക്ഷകൾക്കും വിരാമമിട്ടുകൊണ്ട് നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ് നോ സീസ് ഫയർ. സീസ് ഫയർ ഇസ്രായേൽ എന്തിനാണ് മുന്നോട്ട് എടുക്കേണ്ടത്? സീസ് ഫയർ ഇസ്രായേലിലോട്ട് റോക്കറ്റുകളും മിസൈലുകളും അയച്ചുകൊണ്ടിരിക്കുന്ന 8 ഫ്രണ്ട് സൈഡിലുള്ള ആൾക്കാരാണ് സീസ് ഫയറിന് മുന്നോട്ട് വരേണ്ടത്. അവരാദ്യം സീസ് ഫയർ പ്രഖ്യാപിച്ചിട്ട് നമ്മൾ പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി സീസ് ഫയർ ഇല്ല കേട്ടോ, ഇനി തലങ്ങും വിലങ്ങും അടിയാണ്. തലങ്ങും വിലങ്ങും അടി എന്ന് പറഞ്ഞാൽ ഗാസയുടെ സുബർബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഫോഴ്സ്ഡ് എവാക്യുവേഷൻ, ഫോഴ്സ് ആയിട്ട് ഇറങ്ങി പൊക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പഴയതുപോലെ അനൗൺസ്മെന്റ് കൊടുത്ത് കുറിപ്പ് കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. വിത്തിൻ ടൈം ലൈൻ, വളരെ ഷോർട്ട് ടൈമാണ് കൊടുക്കുന്നത്. ആ ടൈമിനുള്ളിൽ കാലിയാക്കി പൊക്കണം, ഇല്ലെങ്കിൽ എയർ സ്ട്രൈക്ക് ആണ് അവിടെ നടക്കാൻ പോകുന്നത്. ഇതുപോലെ ലെബനാൻ ഭാഗത്തും ഇന്ന് കൊടുത്തിട്ടുണ്ട്. ലെബനാനിൽ ഇന്ന് ബെയ്റൂത്തിൽ 18 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ലെബനാനിൽ അതിന്റെ ആംബുലൻസുകൾ തലങ്ങും വിലങ്ങും ചേറി പായുന്നുണ്ട്. ആ അവസ്ഥയാണ് ലെബനാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ബെയ്റൂത്തിൽ. അത് കൂടാതെ സിറിയ ലെബനാൻ ബോർഡറിൽ ആ ഒരു എൻട്രൻസിലും നല്ല രീതിയിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇത് കൂടാതെ ജോർദാനിൽ ഇസ്രായേൽ എംബസിക്ക് നേരെ ഒരു ആക്രമണം. അതുപോലെ തന്നെ UAE നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു വ്യക്തി, ആ ഒരു പുരോഹിതനായിട്ട് ഇരുന്ന UAE താമസിക്കുന്ന ആ വ്യക്തി കൊല്ലപ്പെട്ടിരിക്കുന്നതാണ് അറിയാൻ പറ്റുന്നത്. അത് UAE തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ ആ ഒരു കരാറുണ്ടായിരുന്നു. അബ്രഹാം അക്കോർഡിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാർ മൊത്തം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതിനെ ആക്കം കൂട്ടുന്ന രീതിയിലാണ് ഈ UAE താമസിക്കുന്ന ആ ഒരു UAE റെസിഡന്റ് ആയിട്ടുള്ള റെസിഡൻസി വിസയുള്ള ആ വ്യക്തിയെ കൊലപ്പെടുത്തിയത്. ഇതുപോലെ ലോകമെമ്പാടുമുള്ള ജൂവിഷിനെ കൈ കിട്ടുന്നവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് ഇറാന്റെ സ്പൈ വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർ, അവരുടെ പ്രോക്സികളായിട്ടുള്ള ആൾക്കാർ. അത് നേരിട്ട് മുട്ടാൻ പറ്റത്തില്ല, അതുകൊണ്ട് പുറകിൽ കൂടെ ഉള്ള കളിയാണ് അവർ മൊത്തം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഓൾറെഡി ഈ ബാക്കിൽ കൂടെ ഉള്ള കളി തന്നെയാണല്ലോ ഈ ഹമാസ്, അതേപോലെ ഹെസ്ബുള്ള, അപ്പുറത്തെ സിറിയൻ സൈഡിൽ ഇറാഖിന്റെ ഭാഗത്ത് നിന്ന് ഹൂത്തിയുടെ സൈഡിൽ നിന്ന്, ഇതെല്ലാം ഇവരിങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് അതിശയിക്കാനൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പൊ വളരെ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ് നോ സീസ് ഫയർ. പിന്നെ ഇറാൻ റെജീം വേൾഡ് വൈഡ് ഉള്ള ജൂസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഹെസ്ബുള്ള ഇന്ന് നേരെ വെളുത്തത് തൊട്ട് 150 റോക്കറ്റുകൾ ഇസ്രായേലിന്റെ ഉള്ളിൽ ഹൈഫ ഭാഗത്തും സെൻട്രൽ ടെല്ലവീവിന്റെ ഭാഗത്തും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേര് ഇന്ന് ഓഫീസ് ടൈമും ആ ഒരു തിരക്കിലെല്ലാം തന്നെ ബങ്കറിലടിയിലായിരുന്നു ഇന്ന് മൊത്തം. അവരുടെ ഒരു വാസസ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള റോക്കറ്റ് അറ്റാക്കുകൾ, തുരിതര റോക്കറ്റ് അറ്റാക്കുകളാണ്. അത് ഓരോ 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് സമാധാനപൂർവ്വം ജോലി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം ഇപ്പുറത്തുള്ള ഈ മരുഭൂമി പോലെ അല്ലല്ലോ ഇസ്രായേൽ. അവിടെ ജോലിയുണ്ട്, അവിടെ ഒരുപാട് ഗ്ലോബൽ കമ്പനികൾ അവിടെ ഉണ്ട്, അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പൊ അത് ചെയ്യാൻ വിടാത്ത രീതിയിലുള്ള തടസ്സങ്ങളാണ് ഈ റോക്കറ്റ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും കാലം ഈവനിങ്ങിലും രാവിലെയും രാത്രി കാലങ്ങളിലൊക്കെ വിട്ടുകൊണ്ടിരുന്ന റോക്കറ്റ് പകലില് ചെറിയ തോതിലാണ് വിട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിപ്പോ ഇന്ന് വളരെ നല്ല രീതിയിലുള്ള, അതായത് ഇസ്രായേൽ ബെയ്റൂത്തിൽ എയർ സ്ട്രൈക്ക് നടക്കുന്നുണ്ടല്ലോ, അതിനെ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു റോക്കറ്റ് വിടലാണ് ഇവിടെ ഇപ്പൊ കണ്ടത്. പക്ഷെ അതെല്ലാം ചില ആൾക്കാർക്ക് ഇസ്രായേലിന്റെ ഉള്ളിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. പക്ഷേ മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളിപ്പോ കാണുന്ന ഒരു റാലി പാരീസിൽ നടക്കുന്ന ഒരു റാലിയാണ്. പാരീസിൽ, അതായത് പാലസ്തീനിൽ കൊല്ലപ്പെടുന്ന വിമൻസിന് സപ്പോർട്ട്, സോളിഡാരിറ്റി, അവർക്ക് ഒരു സപ്പോർട്ട് കരുതിക്കൊണ്ടുള്ള ഒരു റാലിയാണ്. അത് വിമൻസിന് വേണ്ടി മാത്രം. വിമൻസ്, ചിൽഡ്രൻസ്, ആണുങ്ങൾ എല്ലാം ഒന്ന് തന്നെ. ഇപ്പൊ ഇതിനകത്ത് വാർ എന്ന് പറയുമ്പോൾ അവിടെ മരണം സംഭവിക്കുന്നുണ്ട്, ആ കാഷ്വാലിറ്റിക്കെതിരെ ഒരു റാലി എന്നുള്ളതാണോ അതിന്റെ ഒരു മാന്യത. പിന്നെ അതിനകത്ത് വിമൻസിന് വേണ്ടി മാത്രം അവർ ഒരു റാലി സംഘടിപ്പിച്ചു. ആ റാലിയാണ് നിങ്ങളിത് കാണുന്നത്. ത്രൂ ഔട്ട് ആ പാരീസ് സിറ്റി മൊത്തം അവരിങ്ങനെ വാക്ക് അറൗണ്ട് ചെയ്ത് പോയി. പിന്നെ ഇത് കാനഡയിലെ പോലെ അത്രയും അട്രോസിറ്റീസ് ഒന്നും, കാനഡയിലെ പോലെ അത്ര സംഭവബഹുലമായ ആക്രമണങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാം. കാരണം പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പൊ അത് അവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഇപ്പൊ ഞാൻ കാണിക്കുന്ന വീഡിയോ, ഇത് ഗാസയുടെ ഒരു പാലസ്തീനിയൻ ലേഡിയുടെ റിയൽ സിറ്റുവേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ പെയിൻഫുൾ ആണ്, അത് പറയാതിരിക്കാൻ വയ്യ. വാറാണ്, ശരിയാണ്, യുദ്ധമാണ്, യുദ്ധഭൂമിയാണ്. ഈ കാണുന്ന ഒരു ടെന്റ്, നിങ്ങൾ കാണുന്ന ഈ ഒരു ടെന്റ് ഇല്ലേ, ഈ ഒരു ടെന്റ് കൊടുത്തിരിക്കുകയാണ് അവർക്ക്. അവർ ഈ ഒരു ടെന്റിലാണ് താമസിക്കുന്നത്. ഇവര് ശരിക്കും പറഞ്ഞാൽ 7 പേരെ സംരക്ഷിക്കേണ്ട അവസ്ഥയിലാണ് ഈ ഒരു ലേഡി ഉള്ളത്. ഇതേപോലെ ഈ ഒരു ലേഡിയല്ല, ഇതേപോലെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ലേഡികൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഹമാസ് ആണ് കേട്ടോ, അല്ലാതെ ഇതിന് ഇസ്രായേൽ അല്ല കാരണം. അല്ലാതെ ഒരു സമാധാനപൂർവ്വം ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിനെ പോയി തോണ്ടിയിട്ട് അവരുടെ വേലിയൊക്കെ പൊളിച്ച് ആൾക്കാരെയൊക്കെ കൊന്നു കളഞ്ഞിട്ട് പിന്നെ ഇവിടെ സുഖമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ നടക്കത്തില്ലല്ലോ. അപ്പൊ അത് ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് നടക്കുക തന്നെ ചെയ്യും. പക്ഷെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഞാൻ പൂർണ്ണമായിട്ട് എപ്പോഴും പറയുന്നത് ഹമാസ് തന്നെയാണ്. ആ ഒരു മുസ്ലിം ബ്രദർഹുഡിൽ ആഞ്ഞു വിശ്വസിക്കുന്ന ഒരു ഹമാസ് തീവ്രവാദ സംഘടന, ഇന്തിഫാദ, ഇവരൊക്കെ തന്നെയാണ് ഇതിന്റെ കാരണകർത്താക്കൾ. അത് ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഉറപ്പിച്ച് തന്നെ പറയും. ഇവർ പറയുന്നത് ഇവരുടെ ഡെയിലി ബ്രെഡ്, ഇവര് കുറച്ച് മാവാണെന്നുണ്ടെങ്കിൽ ഇവർ വലിയ റൊട്ടിയാക്കി ഇതിനെ ചുടും എന്നാണ് പറയുന്നത്. കാരണം കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ അത് ഈ
പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ വേണമല്ലോ, ഒരു അളവ് വേണം. അപ്പോൾ അതുകൊണ്ട് അവർ ആ രീതിയിലാണ് അത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ പെയിൻഫുൾ ആണ് വിഷയം. നമ്മളെ പോലെയുള്ളൊരു ജീവിതമല്ല അവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ടെന്റ് ഉണ്ട്. ഈ ടെന്റിൽ രാത്രി കാലങ്ങളിൽ ഭയങ്കര തണുപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ബ്ലാങ്കറ്റിന്റെ ഒക്കെ ഷോർട്ടേജ് ഉണ്ട്. അതൊക്കെ ഈ ഹമാസ് തന്നെ ഈ ഒരു വണ്ടി ലൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. ഈ എയ്ഡ് കൊണ്ടുവരുന്ന വണ്ടികൾ ഇവർ ലൂട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇവരാണ് പിന്നെ അവിടെ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വർഷം ഈ ലൂട്ട് ചെയ്ത് വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത്, ഇവർ കുറച്ച് ബിരിയാണിയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ ആ പിന്നെ പ്ലേസിൽ കൊണ്ടുവന്ന് ഇത് പിന്നെ സെർവ് ചെയ്യും, വിളമ്പി കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ഇവർക്ക് ഒരു വലിയ പാത്രം, ആ വലിയ പാത്രത്തിലാണ് ഇവർ മേടിച്ചുകൊണ്ട് വരുന്നത്. അത് ഇപ്പം 5 കുട്ടികളുണ്ടെങ്കിലും 7 കുട്ടികളുണ്ടെങ്കിലും 8 കുട്ടികളുണ്ടെങ്കിലും ആ ഒറ്റ പ്ലേറ്റേ കിട്ടുള്ളൂ ഒരു നേരം. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഷോർട്ടേജ് ഉണ്ട് അവിടെ എന്നുള്ളത് വസ്തുതയാണ്. അത് അവർ തുറന്നു തന്നെ പറയുന്നുണ്ട്. നമ്മളത് അങ്ങനെ പിന്നെ അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് പിന്നെ യുദ്ധഭൂമിയിൽ ഇത് സാധാരണ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അവരുടെ 2 ബ്രദർ, പിന്നെ അതേപോലെ അവരുടെ 2 ബ്രദർ, മൂത്ത മകൻ, ഇവർ 3 പേരും ഹമാസിന്റെ പങ്കാളികളായിരുന്നു. ആ കോറിഡോറിന്റെ അടുത്ത് വെച്ചിട്ട് ക്രോസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ആണ് പിന്നെ വെടിയേറ്റ് അവർ മരിച്ചത്. അപ്പം ഭർത്താവില്ല, 2 ബ്രദേഴ്സ് നഷ്ടപ്പെട്ടു. അവരുടെ കുടുംബത്തിൽ മൊത്തം 18 പേര് അവർ നഷ്ടപ്പെട്ട ആളാണ്. ഇപ്പൊ അവർ ഈ ഒരു 7 കുട്ടികളെ പോറ്റാനുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. 7 പേര് അവർക്കുണ്ട്. ഒരു 3-4 കുട്ടികളും പിന്നെ അവരുടെ സഹോദരി, അങ്ങനെയൊക്കെ മൊത്തം 7 പേര് അവരെ ഡിപ്പെൻഡ് ചെയ്തുള്ളതാണ്. ഇവരാണ് മൂത്ത ആൾ. ഈ ഒരു കഥയാണ്. ഇതൊരു ചെറിയ സ്റ്റോറിയാണ്. ഇതുപോലെ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന്, 10,000-കണക്കിന് സ്ത്രീകൾ ആ ടെന്റിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് യുവമാർ ഇങ്ങനെ ജിഹാദും പിടിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് ആരാണ് ഉത്തരവാദി? എന്നാൽ പിന്നെ കൊച്ചുങ്ങളെങ്കിലും ഉണ്ടാക്കാതിരിക്കണം. ഇത് അതും വേണം, ഇതും വേണം, എല്ലാം വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ഭയങ്കര ഒരു പിന്നെ ദുരിതം പിടിച്ച ഒരു ലൈഫാണ് ശരിക്കും. ഗാസ കണ്ണീര് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഇസ്രയേലികൾക്കും ജീവിക്കണം, അതും ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പൊ ഇസ്രയേൽ അങ്ങനെ പൊരുതുന്നില്ല എന്നുണ്ടെങ്കിൽ ഇസ്രയേലിലായിരിക്കും ഈ ഒരു അവസ്ഥ. അപ്പൊ ഇതിൽ ആരാണ് മിടുക്കർ എന്നുള്ളതിൽ ഉപരി ഇത് ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവർ ജീവിച്ചിരിക്കാനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഏക ആശ്വാസം. പിന്നെ ഇറാൻ ന്യൂക്ലിയറിന്റെ ഡീലിന്റെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഫ്രാൻസ്, UK, ജർമ്മനിയുമായിട്ട് ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ്. അതായത് അവർ പിന്നെ ഫേസ് ടു ഫേസ് സംസാരിച്ച് ചർച്ച ചെയ്ത് ഈ ന്യൂക്ലിയർ വിഷയത്തിലുള്ള തീരുമാനം ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ മാന്യമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഒരുപാട് ഡിപ്ലോമാറ്റിക് വിഷയങ്ങളുണ്ട്, ആ രീതിയിൽ വരാം. അത് വിട്ടിട്ട് ഞങ്ങൾ അഡ്വാൻസ്ഡ് ന്യൂക്ലിയർ ഉണ്ടാക്കാൻ പോകുന്നു, നമ്മൾ കൂടുതൽ എൻറിച്ച്മെന്റ് പ്ലാന്റുകൾ പിന്നെ പുഷ്പിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ബോറാണ്. ശരിക്കും പറഞ്ഞാൽ ഒറ്റ ബോംബിൽ തീരാവുന്ന കേസുകളാണ് ഇതൊക്കെ. അതാത് സ്ഥലങ്ങളിൽ കൊണ്ട് ബോംബിട്ട് കഴിഞ്ഞാൽ ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒന്നും ചെയ്യാനില്ല. അത് കൂടാതെ ഈ ഒരു അഡ്വൈസർ ആയിട്ടുള്ള ലാരിജാനി, ഈ ഇറാന്റെ ആയത്തുൽ ഖമേനിയുടെ അഡ്വൈസർ, പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെ അടിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അടുത്ത വിഷയം. ഇനിയിപ്പോ അതായത് ഇവരെ എങ്ങനെയും ഒരു റിറ്റാലിയേഷൻ കൊടുക്കുന്ന മാതിരിയുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അറിയത്തില്ല. അങ്ങനെ റിറ്റാലിയേഷൻ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അത് പണ്ടേ കൊടുക്കേണ്ടതാണ്. അവർ അത്രയും എഫിഷ്യന്റ്, അവരുടെ സംസാര ശൈലി വെച്ചിട്ട്, അത് ഇറാന്റെ പല രീതിയിലുള്ള ഡിക്ലറേഷൻസ് വെച്ചിട്ടാണെങ്കിൽ അവർ ഇതിനു മുമ്പേ കൊടുക്കേണ്ടതാണ്. അവർ അത്ര പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ. നമ്മൾ ആ മാപ്പിൽ ഈ ഒരു പിന്നെ വേൾഡ് മാപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ മറയ്ക്കാൻ പറ്റുന്ന, വിരലിന്റെ ഫ്രണ്ട് ഭാഗം വെച്ചിട്ട് മറയ്ക്കാൻ പറ്റുന്ന അത്രയും ചെറിയൊരു രാഷ്ട്രമാണ് ഇസ്രയേൽ. അപ്പൊ ഇറാൻ എന്ന് പറഞ്ഞ ആ ഒരു ഭൂമിക്ക് ഒരിക്കലും ഈക്വൽ അല്ലാത്ത ഒരു സ്പേസ് ആണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. അപ്പൊ അവരെ വേണമെങ്കിൽ അവർക്ക് പുഷ്പം പോലെ ഇസ്രയേലിനെ എടുത്ത് കളയാന്നേ ഉള്ളൂ. പക്ഷെ എന്തിനാണ് ഇത്രയും ടൈം ലൈൻ എടുക്കുന്ന അറിയത്തില്ല. റിറ്റാലിയേറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടെങ്കിൽ റിറ്റാലിയേറ്റ് ചെയ്യൂ. കാരണം ഇസ്രയേൽ തകർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടി എന്ന് പറഞ്ഞാൽ അമ്മാതിരിയുള്ള അടിയാണ്. ഫുട്ടേജ് ഞാൻ പലതവണ കാണിച്ചിട്ടുണ്ട്, പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ഇസ്രയേലി ആർക്കിയോളജിസ്റ്റ് സൗത്ത് ലെബനാനിൽ വധിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അത് വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു ന്യൂസ് ആണ്. പിന്നെ പേജർ അറ്റാക്കിൽ അടികൊണ്ട് പോയ കുറെ ആൾക്കാർ, അതിലൊരു 1500 പേര് റിക്കവർ ആയിട്ടുണ്ട്. അത് ഇറാനിയൻ ഹോസ്പിറ്റലിലായിരുന്നു അവരുടെ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് ഇന്നലെയാണ് അവർ റിലീസായത്. അവർ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇന്നലെ 1500 പേര് റിക്കവറി ആയിട്ടുണ്ട്. അതിൽ പലർക്കും കൈയില്ല, കാലില്ല, ഇടുപ്പില്ല, പലർക്കും പല വിധത്തിലുള്ള പിന്നെ ഓർഗൻസ് ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അതിപ്പം ഞാൻ പുറത്ത് പറയുന്നില്ല, ആ രീതിയിലാണ് അറ്റാക്ക്. കാരണം പേജർ വെക്കുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇടുപ്പിന്റെ ഭാഗത്താണ് പേജർ വെക്കുന്നത്. അപ്പൊ പോക്കറ്റിൽ, പാൻസിന്റെ പോക്കറ്റിൽ, ഇടുപ്പിന്റെ ഭാഗങ്ങളിലൊക്കെയാണ് പേജർ വെക്കുന്നത്. പലർക്കും പല രീതിയിലുള്ള അവയവങ്ങൾ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഇന്ത്യ ഒരു C2 ടൈപ്പ് ഒരു മിസൈൽ പരീക്ഷണം നടത്താൻ പോവാണ്. അത് ബേ ഓഫ് ബംഗാളിലാണ് നടത്താൻ പോകുന്നത്. ഇത് വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു മിസൈൽ പരീക്ഷണമാണ്. അതായത് ഏത് കാറ്റഗറിയിൽപ്പെട്ട മിസൈൽ ആണെന്ന് പറയാതെയാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നത്. C2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇത് മിക്കവാറും സബ്മറൈനിൽ നിന്ന് വിടാൻ പറ്റുന്ന ഒരു ക്രൂയിസ് മിസൈൽ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് നിഗമനം. അവർ ഇതുവരെ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ത് മിസൈലാണെന്നുള്ളത്. അപ്പൊ ആ രീതിയിലാണ് ആ ഒരു എക്സ്പെരിമെന്റ് ഇന്ത്യ എക്സ്പെക്ട്. ഇന്ത്യയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്കൊരു കാര്യം പറയാനാണ്, ഇന്ത്യ ഒരിക്കലും ഒരു കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു നാടല്ല. അതാദ്യം മനസ്സിലാക്കണം. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്ത് എന്തെങ്കിലും ടെക്നോളജികൾ മേടിക്കാൻ പറ്റുമെങ്കിൽ അത് പൈസ കൊടുത്ത് പേ ചെയ്ത് മേടിച്ചിട്ട് ഉപയോഗിക്കുന്ന നാടാണ്. അല്ലെങ്കിൽ ചൈനയെ പോലെയോ പാകിസ്ഥാനെ പോലെയോ ഒരു സാധനം പൈസ കൊടുത്ത് മേടിച്ചിട്ട് അതിനെ ഊരി നട്ടും ബോൾട്ടൊക്കെ ഊരി നോക്കിയിട്ട് എന്തൊക്കെ രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കോപ്പി അടിച്ചിട്ട് പെയിന്റ് മാറ്റി അടിച്ചുകൊണ്ട് പോകുന്ന പരിപാടി ഇന്ത്യക്കില്ല. അത് ഏത് ടെക്നോളജി ആയിക്കോട്ടെ ഇന്ത്യ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ പൈസ കൊടുത്ത് അതിനെ പ്രൊക്യൂർ ചെയ്യും എന്നുള്ളതാണ്, അതിനെ വാങ്ങിക്കും. അതാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ ആ രീതിയിലുള്ള ടെക്നോളജിക്കലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇന്ത്യ ഉണ്ടാക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടും വളരെ കോൺഫിഡന്റ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന മിസൈലുകളാണ് ഇന്ത്യ ഉണ്ടാക്കുന്നത്. അത് ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ. ആകാശ് മിസൈലൊക്കെ ഇപ്പം എക്സ്പോർട്ടിങ്ങിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അത് അടുത്ത ഉടനെ തന്നെ അതിന്റെ വാർത്തകളൊക്കെ വരുന്നതായിരിക്കും. 60% നമ്മളുടെ ആവശ്യത്തിനുള്ള മിലിറ്ററി ആവശ്യത്തിനുള്ള സാധനങ്ങൾ, പടക്കോപ്പുകൾ, തോക്കുകൾ, കൈത്തോക്കുകൾ, അതേപോലെ ഉള്ള സാധനങ്ങളെല്ലാം നമ്മൾ 60% നമ്മൾ ഇന്ത്യക്കുള്ളിൽ ഇൻഡിജിനിയസ് ആയിട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ആ ഒരു 60% നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതീവ, അതായത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത്. ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. അവസാനമായിട്ട് പറയാനുള്ളത്, ഈ കേരളം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ ഒരു പയ്യൻ മാഹിൻ നല്ലൊരു ട്രാവൽ വ്ളോഗറാണ്. അവന്റെ വ്ളോഗുകളൊക്കെ ഞാൻ പണ്ട് ഒരുപാട് സ്ഥിരമായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ചും അവൻ CNN വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതൽ ഒന്ന് മോണിറ്റർ ചെയ്ത് തുടങ്ങി. അതായത് സുഡാനിലെ ഒരു സിവിൽ വാറിന്റെ ഇടയിൽ CNN ഇവന്റെ ഒരു ന്യൂസ് ബൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ആരും കോൺടാക്ട് ചെയ്യാനില്ലാത്ത സ്ഥിതിക്ക് CNN ആകെ കോൺടാക്ട് ചെയ്ത ഒരു യൂട്യൂബ് വ്ളോഗർ ആയിരുന്നു ഈ മാഹിൻ നല്ല ചെറുക്കാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവൻ ഈ സമയത്ത് ഇസ്രയേലിൽ പോവാതിരിക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു വാർ നടക്കുന്ന, അതായത് യുദ്ധം നടക്കുന്ന ഒരു യുദ്ധഭൂമിയിൽ ഇസ്ലാമിക വിശ്വാസമുള്ള ഒരാൾ, ഇസ്ലാമിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരാൾ പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് മാഹിൻ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ ആ ഒരു പേഴ്സണാലിറ്റി തന്നെ നമുക്ക് നന്നായിട്ട് അറിയാം. പുള്ളി ഒരു റിലീജിയസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. കുറച്ച് ഫ്രീ തിങ്കറോ അല്ലെങ്കിൽ കുറച്ച് ബ്രോഡ് മൈൻഡഡ് ആയി തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ ഇസ്രയേലിലോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു മുസ്ലിം ഒരു ജൂയിഷ് സ്റ്റേറ്റിൽ പോകുന്നത് മറ്റുള്ള മതക്കാർ പോകുന്ന പോലെയല്ല. കാരണം ഈ മുസ്ലിംസിന് സ്ക്രിപ്ചറിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ജൂയിഷിനെ കുറിച്ച് എന്താണെന്നുള്ളത്. അപ്പൊ ഇത് ഒരു 50 പേരിൽ ഒരു 30 പേരെങ്കിലും ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എത്ര തന്നെ പോയിട്ട് അവിടെ ഇസ്രയേലിനെ ആ ചെറുക്കൻ അതായത് മാഹിൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാഹിൻ അവിടെ കാണുന്ന സത്യങ്ങൾ തുറന്ന് പറയാൻ പറ്റത്തില്ല. ഇസ്രയേലിനെ കുറിച്ചുള്ള നല്ല രീതിയിലുള്ള സത്യങ്ങളാണെങ്കിൽ അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പം അവന് കിട്ടുന്നത് വേറെ ആയിരിക്കും. കാരണം നാട്ടിൽ കുറെ ആൾക്കാർ ഇരിപ്പുണ്ട് ഇവനെയും കാത്ത്. മനസ്സിലായോ? അതായത് ഇവര് പോയിട്ട് അവിടെ ഇസ്രയേലിനെ കുറിച്ച് നല്ലതാണ്, ഇസ്രയേൽ നല്ലതാണ്, ഇസ്രയേൽ ഇങ്ങനെയാണ്, ഇസ്രയേൽ എല്ലാ കാര്യങ്ങളും നല്ല കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന മറുപടി വേറെ ആയിരിക്കും. ചിലപ്പോൾ പിന്നെ ഇവിടെ കേരളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും നാട് വിട്ട് പോകേണ്ടി വരും. ഇനി അഥവാ ഇസ്രയേലിനെ കുറിച്ച് മോശമാണ് പറയുന്നെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ ഈ ഒരു അവസ്ഥ അവൻ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാലും ഈ നാട് വിട്ടു പോകേണ്ട അത്രയും ക്രൂരത ഉണ്ടാവത്തില്ല. അവനെ മാന്യമായിട്ട് നീ വീഡിയോ ഒന്നും ഇടണ്ട, നീ നാട്ടിൽ പൊയ്ക്കോ എന്നുള്ള രീതിയിലുള്ള പറച്ചിലായിരിക്കും വരുന്നത്. കാരണം ആ രീതിയിലായിരിക്കും അവന്റെ മറുപടി. കാരണം ഇവന്റെ 2 വീഡിയോ ഞാൻ ഇത് കണ്ടായിരുന്നു. ഈ പയ്യൻ ഇട്ട 2 വീഡിയോയുടെ തമ്പനയിൽ ഞാൻ കണ്ടായിരുന്നു, വീഡിയോയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഇട്ട തമ്പനയിൽ ഇസ്രായേലിലെ അറബ് വിരുദ്ധത, അത് അങ്ങനെയാണ് അവൻ ഇട്ടിരുന്നത്. അങ്ങനെ പറയേണ്ട ഒരാവശ്യമില്ല. അവിടെ എത്ര അറബികളുണ്ട് അവിടെ താമസിക്കുന്നത്. അറബ് വിരുദ്ധതയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ നടന്ന കൂട്ടക്കൊലയ്ക്കെതിരെ അവർ ഈ ചെയ്ത ഈ ഹമാസ് തീവ്രവാദികൾക്കെതിരെയുള്ള ആ ഒരു ഇമേജ് ആണ് അവിടെ വരച്ചു വെച്ചിരുന്നത് ചുമരിൽ. അത് കണ്ടിട്ടാണ് ടൈറ്റിൽ ഇട്ടത്. അങ്ങനത്തെ ഒരു ടൈറ്റിൽ ഇടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ആദ്യത്തെ വീഡിയോ നല്ലൊരു വീഡിയോ ഇടാമായിരുന്നു. പിന്നെ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ കാര്യങ്ങൾ ചില രാജ്യങ്ങളുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ എടുത്ത് ഇങ്ങനെ വിളമ്പേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞ് അതിനെ ഒരു ആർക്കൈവ് ഫയലിൽ സൂക്ഷിച്ചിട്ട് ആ സെക്യൂരിറ്റി ചെക്കപ്പ് എനിക്ക് ഇങ്ങനെ ആയിരുന്നു നിങ്ങൾ വീട്ടിൽ വന്നിരുന്ന സാവധാനം പറയുന്നതിൽ ഒരു അർത്ഥമുണ്ട്. അല്ലാതെ പോയ ഉടനെ പോയിട്ട് സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ എടുത്തിട്ട് വളരെ ഫ്രസ്ട്രേഷനോട് കൂടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് തിരിച്ചു കയറി വന്നുകൂടായിരുന്നു. അത്രയും ഫ്രസ്ട്രേഷൻ ആയിട്ട് പിന്നെ എന്തിനാണ് ആ നാട്ടിലോട്ട് പോകുന്നത്? കാരണം ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ അവിടെ പോസിറ്റീവായിട്ടൊന്നും നോക്കാൻ കഴിയില്ല. കാരണം ഈ തമ്പനയിൽ തന്നെ ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 തമ്പനയിൽ ഇട്ടത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൽ ഈ ജൂത ജട്ടി എന്ന് പറഞ്ഞ അത് കാണുമ്പോൾ സന്തോഷിക്കുന്ന ആരാണ്? അതേപോലെ ഈ ഒരു അറബ് വിരുദ്ധത എന്നൊക്കെ കാണുമ്പോൾ സന്തോഷിക്കുന്ന ആരാണ്?
അപ്പൊ കുറച്ച് സെക്ട് ഓഫ് ആൾക്കാരെ സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നത്. ആ റീസൺ കൊണ്ട് മാത്രമാണ് മാഹിനെ അവിടെ ആൾക്കാർ എതിർക്കുന്നത്. കാരണം കേരളത്തിലുള്ള ഒരുപാട് മലയാളികൾ അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഒരു കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടി വരും. കുഴപ്പമൊന്നുമില്ല, പയ്യൻ തിരിച്ചു വരും. കുറച്ച് നോർമൽ. പിന്നെ ഇപ്പൊ വീഡിയോ എടുത്ത ഫൂട്ടേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വന്നിട്ട് പിന്നീട് തന്നെ ക്രിട്ടിസൈസ് ചെയ്തുള്ള വീഡിയോകൾ ഇടുമായിരിക്കും. അതായിരിക്കും പുള്ളിക്ക് സേഫ്. അപ്പൊ ആ സ്റ്റാൻഡാണ് പുള്ളി എടുത്തിരിക്കുന്നത്. തൽക്കാലം മിഡിൽ ഈസ്റ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്സ് ഇതാണ്. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.